2001 മെയ്യിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തിട്ട് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു എന്ന് പറഞ്ഞ് ഗ്ലോറിൻ മാഡത്തിൻ്റെ ഒരു ഇൻഫർമേഷൻ വന്നു, വേഗം വരണം, ഡിസംബർ 8-ാം തീയതി ഇൻസ്പെക്ഷനാണ് LOIയുടെ, വേഗം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഡിസംബർ 8-ാം തീയതി കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഇൻസ്പെക്ഷന് വന്നു. അപ്പോൾ പ്രീ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം മതിയായിരുന്നു. ഈ ബിൽഡിങ് ഈ കാരക്കോണത്തെ ബിൽഡിങ് യാതൊന്നുമില്ല. ആ നഴ്സിംഗ് കോളേജ് വെച്ചായിരുന്നു ഇൻസ്പെക്ഷൻ. LOIക്ക് വേണ്ടിയുള്ള ഇൻസ്പെക്ഷൻ ആയിരുന്നു. പക്ഷേ അതേ മാസം അവസാനം ഒരു ഇൻസ്പെക്ഷൻ വന്നു. കാരണം ആരൊക്കെയോ ഇവിടുന്ന് ഒരുപാട് കംപ്ലയിൻസ് ഒക്കെ എഴുതി അയച്ച കാരണം ഡിസംബർ അവസാനം ഒരു ഇൻസ്പെക്ഷൻ കൂടെ വെച്ചു. അപ്പോൾ അതിനും വന്നു. അത് കഴിഞ്ഞിട്ട് ബിൽഡിങ്സ് ഒക്കെ കെട്ടുകയും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രീ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം പണിത് കഴിഞ്ഞു. അതിനകത്തുള്ള എക്യുപ്മെൻറ്റ്സും ഒക്കെ വരികയും അത് ചെക്ക് ചെയ്യുകയോ എടുക്കുകയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ജോലി. അവിടെ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ജൂൺ 2022 ആയപ്പോൾ LOI കിട്ടി. LOI കിട്ടിയപ്പം അടുത്ത LOP ഒക്ടോബറിലോ ഒറ്റ വരുമെന്ന് പറഞ്ഞു. അപ്പം അതിനുവേണ്ടി ഫുൾ സ്റ്റാഫ്, പ്രീ ക്ലിനിക്കൽ ഫുൾ സ്റ്റാഫ് വേണമെന്ന് പറഞ്ഞു. എല്ലാ സ്റ്റാഫുകളെയും പലയിടത്തായിട്ട് അറേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്ന് അറേഞ്ച് ചെയ്ത് അത് വെൽ എക്വിപ്ഡാക്കി എക്യുപ്മെൻറ്റ്സും എല്ലാം റെഡിയാക്കി അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ഈ 3 ഡിപ്പാർട്ട്മെൻറ്റും ഫുൾ ഫ്ലെജ്ഡായിട്ട് തുടങ്ങി. ഡിസംബർ അവസാനം രണ്ടാമതൊരു ഇൻസ്പെക്ഷൻ വെച്ചിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുന്ന് കംപ്ലയിൻറ്റ് പോയി, ഇവിടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റേ ഇല്ല എന്ന് പറഞ്ഞു. അതായത് 125 വർഷം പഴക്കമുള്ള ഗൈനക്കോളജി വളരെ ഫുൾ ഫ്ലെജ്ഡായിട്ട് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഇവിടുന്ന് ആരോ വ്യാജമായിട്ട് ഒരു കംപ്ലയിൻറ്റ് എഴുതി അയച്ചു, ആ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലയെന്ന്. അതിൻ്റെ ബേസിസിലാണ് അവർ രണ്ടാമത് ഇൻസ്പെക്ഷന് വന്നത്. അപ്പോഴും വീണ്ടും പ്രീ ക്ലിനിക്കൽ സ്റ്റാഫ്, ഫുൾ സ്റ്റാഫ് വേണ്ട, ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് എന്നാണ് LOIയുടെ ഫുൾ ഫോം. അപ്പോൾ അതിന് ഫുൾ സ്റ്റാഫ് വേണ്ട, ഒരു പ്രൊഫസർ HODയും ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറും ഒരു ട്യൂട്ടറും മതി. അങ്ങനെ ആ സ്റ്റാഫ് പാറ്റേണിൽ ഉള്ള ഇൻസ്പെക്ഷൻ രണ്ടാമതും വന്ന് നടത്തി. അത് കഴിഞ്ഞിട്ട് ജൂൺ 2022 ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് പെർമിഷൻ കിട്ടി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വളരെ ആക്റ്റീവായി. കാരണം നമുക്ക് ഉടനെ പെർമിഷന് വേണ്ടിയുള്ള ഇൻസ്പെക്ഷൻ ഒക്ടോബറിൽ വരും. അതിനുവേണ്ടി എല്ലാ എക്യുപ്മെൻസും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആക്കണം. സ്റ്റാഫ് മാത്രം പോരാ, ഈ ഒരു ക്ലാസ് തുടങ്ങാനായിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കണമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി സാധനങ്ങൾ അവിടെ വാങ്ങിക്കുക, അതിന് തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള മെനക്കേടിൽ ഡയറക്ടറും ഒരു വലിയ ഡെഡിക്കേറ്റഡ് ടീമും ഉണ്ടായിരുന്നു. ഡയറക്ടറായിരുന്നു അതിൻ്റെ ഹെഡ്. അദ്ദേഹം പകലില്ലാതെ ഓടി നടന്ന് എല്ലാം ശരിയാക്കുന്ന ആ ജോലി ചെയ്തുകൊണ്ടിരുന്നു. വീട്ടിൽ പോലും പോവാതെ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റിലെ കഡാവർ ഒക്കെ ഡിസെക്റ്റ് ചെയ്ത് മ്യൂസിയം ഉണ്ടാക്കുന്ന ജോലി, അതൊക്കെ രാത്രി 10 മണിവരെയൊക്കെ സ്റ്റാഫും ഡയറക്ടറും എല്ലാം കൂടെ നിന്ന് എല്ലാം റെഡിയാക്കി. അത് വലിയ മെനക്കെട്ട പരിപാടിയായിരുന്നു. ഒന്നും വിലയ്ക്ക് വാങ്ങിക്കുമല്ലായിരുന്നു. ഡിസെക്റ്റ് ചെയ്ത് ആണ് മോഡൽസ് ഉണ്ടാക്കി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു മ്യൂസിയം അനാട്ടമിയിൽ ഉണ്ടാക്കുന്നത് വലിയ ജോലിയായിരുന്നു. അനാട്ടമിയിലെ HODയും കുറേ സ്റ്റാഫുകളും ഡയറക്ടറും കൂടെ നിന്നാണ് അതെല്ലാം ശരിയാക്കിയത്. അത് മ്യൂസിയത്തിന് നല്ല അപ്രീസിയേഷനുമായിരുന്നു ഇൻസ്പെക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്ന്. സിറ്റിയിൽ നിന്നും 10-30 കിലോമീറ്റർ അകലെയുള്ള റിമോട്ട് ഏരിയയിൽ ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളർത്തിക്കൊണ്ട് വരാൻ വളരെ അധികം കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫസ്റ്റ് MBBS സ്റ്റുഡൻസ് പാസ്സായി കഴിഞ്ഞ ഉടനെ തന്നെ സെക്കൻഡ് MBBS രണ്ടാമത്തെ ഇൻസ്പെക്ഷൻ വരും. പിന്നെ പെത്തോളജി, മൈക്രോബയോളജി, ഫാർമക്കോളജി, ഫോറൻസിക് മെഡിസിൻ ഈ 4 ഡിപ്പാർട്ട്മെൻറ്റിലും ഫുൾ സ്റ്റാഫ് വേണം. ഫുൾ സ്റ്റാഫ് മാത്രം പോലെ ഫുള്ളി ഫ്ലെഡ്ജ് ആയിരിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ഫസ്റ്റ് ഇയറിലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ തക്ക വിധത്തിൽ പാസ്സായ സ്റ്റുഡൻസിനെ ആയിരുന്നിരിക്കണം. ഈ പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ ഈ സ്പെസിമെൻ മതിയാവാഞ്ഞിട്ട് സിറ്റിയിലുള്ള ലാബുകളിൽ പോയി സ്പെസിമെൻ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് അത് വെച്ചിട്ടാണ് ഈ പത്തോളജി മ്യൂസിയം ഉണ്ടാക്കിയത്. വളരെ ഡിഫിക്കൽട്ടായിരുന്നു. വളരെ സീനിയറായിട്ടുള്ള ശ്രീദേവി മാഡം പോലുള്ള മാഡംസ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തവരുടെ സഹായത്താൽ ഡയറക്ടറും
ആ ഒരു ആക്റ്റീവ് ടീം ഉണ്ടായിരുന്നല്ലോ, ആ ടീമും എല്ലാവരും കൂടെ ശ്രമിച്ചിട്ടാണ് ആ പെത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ മ്യൂസിയം റെഡിയായത്. അങ്ങനെ ആ സെക്കൻഡ് MBBSനുള്ള കോഴ്സിനുള്ള എല്ലാം റെഡിയാക്കിയിട്ട് അടുത്ത ഇൻസ്പെക്ഷൻ വന്നു. അപ്പോഴും ഈ ഓരോ ഇൻസ്പെക്ഷൻ വരുമ്പോഴും എല്ലാവർക്കും ഒരു വലിയ കല്യാണം നടത്തുന്നതിനേക്കാളിലും ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ എഫേർട്ട്. ഇൻസ്പെക്ടേഴ്സ് വരുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തയ്യാറായിരിക്കണം, സ്റ്റാഫും ഉണ്ടായിരിക്കണം. അത് ഇൻസ്പെക്ടേഴ്സ് എപ്പോഴാണ് വരുന്നതെന്ന് യാതൊരു ഇൻറ്റിമേഷനും നമുക്ക് രാവിലെ അന്ന് കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മളെല്ലാവരും റെഡിയായി അവിടെ ഹാജരായിരുന്നിരിക്കണം. നേരത്തെ നമുക്ക് ടൈം കിട്ടിയാൽ എളുപ്പമുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യത്തില്ല. അവർ അന്ന് രാവിലെ ഇൻസ്പെക്ടേഴ്സ് വരുന്നു എന്നുള്ള കാര്യം പറയത്തുള്ളൂ. അപ്പോൾ ഓടി പിടിച്ച് ചിലപ്പം ചില മെഡിക്കൽ ലീവിലായിരിക്കും, അവരെയൊക്കെ എങ്ങനെയായാലും വണ്ടികളൊക്കെ അയച്ച് കളക്ട് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ സെറ്റപ്പ് ആക്കും. അതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് എഫർട്ട് വേണം. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല, വളരെ വളരെ അധികം കഷ്ടപ്പാടാണ്. ഈ കാറ് സിറ്റിയിൽ 30 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് കാറ് സിറ്റിയിൽ അയച്ച് ആരെങ്കിലും ആണെങ്കിൽ പോലും അസുഖമുള്ളവരെ പോലും കളക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടിയിരുന്നു. ഇൻസ്പെക്ടേഴ്സ് വരുമ്പം അവർ മെഡിക്കൽ ലീവൊന്നും സാങ്ഷൻ ചെയ്യത്തില്ല. അപ്പോൾ ഇതൊക്കെ ആസ് എൻ അഡ്മിനിസ്ട്രേറ്റർ ഡയറക്ടർക്ക് വളരെ തലവേദനയുള്ള കാര്യങ്ങളായിരുന്നു ഇതൊക്കെ. അദ്ദേഹം അവിടെ ഇരുന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ സ്റ്റാഫ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഒരു വലിയൊരു എളുപ്പമുള്ള പരിപാടിയല്ല. അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ സെക്കൻഡ് ഇൻസ്പെക്ഷനും കഴിഞ്ഞു. അങ്ങനെ 5 ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ ഫസ്റ്റ് ഇയർ അഡ്മിറ്റ് സ്റ്റുഡൻസ് ഫൈനൽ ഇയർ MBBS പരീക്ഷ എഴുതുമ്പോൾ ആണ് അവസാനത്തെ ഇൻസ്പെക്ഷൻ വരിക. അപ്പോൾ അവരുടെ പരീക്ഷയുടെ ഡേറ്റ് നമ്മൾ അറിയിച്ചാൽ അവർ ഇൻസ്പെക്ഷന് വീണ്ടും വരും. അപ്പോൾ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഫുള്ളി ഫ്ലെഡ്ജ് ആയിരിക്കണം. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫുള്ളി ഫ്ലെഡ്ജ് ആക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ലാബിൻ്റെ ഈ ഇൻസ്പെക്ടേഴ്സ് വരുമ്പോൾ എല്ലാം നോക്കും. അതായത് സ്റ്റാഫ് മാത്രമല്ല, പേഷ്യൻറ്റിൻ്റെ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻ ദ OP, ഇംപേഷ്യൻസ്, ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല അറേഞ്ച് ചെയ്യാനായിട്ട്. അവർ എല്ലായിടവും ലേഡീസ് ഹോസ്റ്റൽ, മെൻസ് ഹോസ്റ്റൽ എല്ലായിടവും ഈ ഇൻസ്പെക്ടേഴ്സ് പരിശോധിക്കും. ഇപ്പോൾ അവിടെ ഗ്രൗണ്ട്, പിന്നെ സ്പോർട്സിൻ്റെ ഗ്രൗണ്ട് വരെ നോക്കും, എത്ര എണ്ണം ഉണ്ട്, ഏതൊക്കെ ഗ്രൗണ്ടുണ്ട്, ഇതൊക്കെ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ ഒരു ഡയറക്ടറുടെ പൊസിഷനിലുള്ള ആൾക്ക് വളരെ 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 ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാം ആയി കിട്ടിയ ശേഷം തയ്യാറെടുപ്പ് അടുത്ത ഇൻസ്പെക്ഷന് വേണ്ടിയുള്ളതായിരുന്നു. സെപ്റ്റംബർ അവസാനമായിരുന്നു ആ ഇൻസ്പെക്ഷൻ. ഒക്ടോബർ അവസാനമായപ്പോഴത്തേക്കും LOP ലെറ്റർ ഓഫ് പെർമിഷൻ കിട്ടി. പക്ഷേ അപ്പോഴത്തേക്ക് എന്ത് പറ്റി, ഈ ഗവൺമെൻറ് കോളേജിൻ്റെ അഡ്മിഷൻസ് എല്ലാം ക്ലോസ് ചെയ്തു. അത് കാരണം മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിനെ മാത്രം 50 സീറ്റിൽ എടുത്തു. അതായത് 50 സീറ്റ്സ് ഗവൺമെൻറ്, 50 സീറ്റ്സ് മാനേജ്മെൻറ്റ്, അങ്ങനെയാണ് പെർമിഷൻ കിട്ടിയത്. അപ്പോൾ ഗവൺമെൻറ് കോളേജ് സീറ്റ്സ് എല്ലാം അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കാരണം നമുക്ക് നവംബറിൽ 29-ാം തീയതി മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിനെ വെച്ച് മാത്രം ക്ലാസ് തുടങ്ങി. എന്നിട്ട് ആ വർഷത്തെ ഗവൺമെൻറ് സ്റ്റുഡൻസിന് ഗവൺമെൻറ് അലോട്ട് ചെയ്തത് മാർച്ചിലായിരുന്നു. അപ്പോഴത്തേക്ക് ഈ മാർച്ച് വന്നപ്പോഴത്തേക്കും നവംബറിൽ ക്ലാസ് തുടങ്ങിയതല്ലേ, എടുത്ത ക്ലാസ്സുകളെല്ലാം റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. ഫസ്റ്റ് MBBSൻ്റെ പരീക്ഷ റെഗുലറായിട്ട് എഴുതാൻ പറ്റിയില്ല, കാരണം അവർ മാർച്ചിൽ വന്നാണ്, അറ്റൻഡൻസ് ഇല്ലായിരുന്നു. അത് കാരണം അവർ അഡീഷണലായിട്ട് എല്ലാവരും കൂടെ എഴുതി. അങ്ങനെ എഴുതി കോളേജിൻ്റെ റിസൾട്ട് വളരെ വളരെ നല്ല റിസൾട്ടായിരുന്നു. ഏതാണ്ട് 90% സ്റ്റുഡൻസ് പാസ്സായി. 5th ഇൻ ദ സ്റ്റേറ്റ് ആയിരുന്നു റാങ്കിൽ. ഇതിൻ്റെയൊക്കെ പുറമെ നമ്മുടെ ഡോക്ടർ ബെനറ്റ് വളരെ 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 എഫേർട്ട് എടുത്ത് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അന്നത്തെ ബിഷപ്പായിരുന്ന ലാഷൻ തിരുമേനിയെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് വളരെ അധികം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികളെ. അതിൻ്റെ ഫലമായിട്ടാണ് നല്ല റിസൾട്ട് വന്നത്. അത് കഴിഞ്ഞ് ആ നല്ല റിസൾട്ട് വന്ന കാരണം സെക്കൻഡ് അഡ്മിഷൻ ആയപ്പോഴത്തേക്കും പ്രൈവറ്റ് കോളേജുകളിലെ ടോപ്പ് ലിസ്റ്റിൽ സ്റ്റുഡൻസ്, ഗവൺമെൻറ് സ്റ്റുഡൻസ് ഇങ്ങോട്ട് കാരക്കോണത്തോട്ട് വരാൻ തുടങ്ങി. റാങ്കുള്ള പിള്ളേരെ സ്റ്റുഡൻസിനെ കിട്ടി. അതിനെല്ലാം കാരണം ആ റിസൾട്ട് വളരെ നല്ലതായിരുന്നു. അതിൻ്റെ പുറകിലുള്ള എഫേർട്ട് എന്തുമാത്രമായിരുന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള, അതായത് ഡയറക്ടറും ഈ ഒരു ടീമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ ടീമും
അശ്രാന്ത പരിശ്രമം ചെയ്തിട്ടാണ് ഇത്ര നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഫൈനൽ ഇയർ പരീക്ഷ എഴുതി കഴിഞ്ഞ് അവരുടെ ഗ്രാജുവേഷൻ സെറമണി എന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം CMC വെല്ലൂരിൻ്റെ സ്റ്റൈലിൽ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ള ഒരു ഗ്രാജുവേഷൻ സെറമണി ആയിരുന്നു അത്. വളരെ വളരെ റെയറായിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഗ്രാജുവേഷൻ സെറമണി നടത്താറുള്ളൂ. വെരി എക്സ്പെൻസീവ് വൺ ആൻഡ് ലോട്ട് ഓഫ് എഫേർട്ട് ഓൾസോ. ഡോക്ടർ ബെന്നറ്റ് എബ്രഹാമിന് നമ്മുടെ കോളേജ് CMC വെല്ലൂരിൻ്റെ അദ്ദേഹത്തിൻ്റെ വിഷൻ അതായിരുന്നു. CMC വെല്ലൂർ പോലെ അത്രയും ലെവലിലുള്ള ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ ഇവിടെ വേണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷൻ. അതിനു വേണ്ടിയുള്ള ശ്രമമായിരുന്നു. CMC വെല്ലൂർ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജല്ലേ. അതേപോലെ ഇത് ആക്കണം എന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി MBBS മാത്രമല്ല ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. BSc നഴ്സിംഗ്, ഒരുപാട് ഡിപ്ലോമ കോഴ്സസ് ഇൻ റേഡിയോളജി, തിയേറ്റർ, അനസ്തീസിയ ഡിപ്പാർട്ട്മെൻറ്റ്, നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ എല്ലാം പാരാമെഡിക്കൽ കോഴ്സസ് തുടങ്ങി. ഇതിനൊക്കെയുള്ള പെർമിഷന് വേണ്ടി ഓടി നടന്നൊക്കെ ശരിയാക്കിയെടുത്തു. അപ്പോൾ ഡോക്ടർ ബെന്നറ്റിനെ പോലെ ഇത്രയും വിഷനും ഇത്രയും സിൻസിയറും ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, അഡ്മിനിസ്ട്രേറ്റ് ആസ് എ ഹെഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഇത്രയും പാരാമെഡിക്കൽ കോഴ്സസ് ഈ MBBSൻ്റെ കൂടെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതെല്ലാം അറേഞ്ച് ചെയ്തു. ഇത്രയും ഒരു മെഡിക്കൽ കോളേജ് ഇത്രയും റിമോട്ട് ഏരിയയിൽ ഇത്രയും ഭംഗിയായിട്ട് നടന്നു പോകുന്നതിന് ഡോക്ടർ ബെന്നറ്റിനെ പോലെ സിൻസിയറായിട്ടുള്ള നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരാൾ ചിലപ്പത്തുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് ഞങ്ങളെല്ലാം. അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമും അതുപോലെ ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഇത്രയും റിമോട്ട് ഏരിയയിൽ ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു കോളേജ് വരാൻ കാരണം. അത് വന്നു കഴിഞ്ഞ് പേഷ്യൻസ് ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പേഷ്യൻസ് നോക്കുമല്ലോ. അപ്പോൾ അതിന് ഫൈനാൻഷ്യലി വളരെ പൂറായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് പേഷ്യൻസിന് ഇത് OP ടിക്കറ്റിൻ്റെ എമൗണ്ടൊക്കെ വളരെ കുറച്ച് കൊടുക്കേണ്ടി വന്നു. 5 രൂപയോ 10 രൂപയോ ഒക്കെ ആണ് OP ടിക്കറ്റിന് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്, പേഷ്യൻസിൻ്റെ എണ്ണം കൂട്ടാനായിട്ട്. ഇതിനൊക്കെ പുറമെ അദ്ദേഹത്തിൻ്റെ അടുത്ത വിഷൻ PG കോഴ്സസ് തുടങ്ങുക എന്നുള്ളതായിരുന്നു. 14 PG കോഴ്സ് എന്നുള്ള ഓരോന്നിനും ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ 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 ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഓരോന്നിനും 3 വർഷം ഇൻസ്പെക്ഷനുണ്ട് ഓരോ PG കോഴ്സിനും. മിക്ക ഡിപ്പാർട്ട്മെൻറ്റ്സിലും PG കോഴ്സും സാങ്ഷൻ കിട്ടി. അതിനും ഒരുപാട് മെനക്കെട്ട് കഷ്ടപ്പെട്ട് രാപകലില്ലാതെ അശ്രാന്ത പരിശ്രമം ഡയറക്ടറും ആ ടീമും കൂടി ശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇത്രയും കോഴ്സസിന് പെർമിഷൻ കിട്ടിയത്.